ബി.ജെ.പി. കൗൺസിലർ സുഗതന് കാപ്പ അടിച്ചു കൊടുക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യമായിരുന്നു. 4/10/2023 ആദ്യത്തെ കാപ്പ ചുമത്തുന്നു. 6 മാസം നാട് വിട്ടു നിൽക്കണം എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. അത് പാർട്ടി അഡ്വൈസറി ബോർഡിൽ അപ്പീൽ പോവുകയും അദ്ദേഹത്തിന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് അറിയിക്കുകയും ചെയ്തപ്പോൾ ബോർഡ് നാട്ടിൽ നിന്ന് മാറി നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഒപ്പം സ്റ്റേഷനിൽ പോയി ഒപ്പിടണം എന്ന വിധിയും വാങ്ങിക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെയും നിരാശരായി. അവർ അടുത്ത പണി നൽകി. 29/8/2025 വീണ്ടും കാപ്പ ചുമത്തി. വീണ്ടും മാറി നിൽക്കണമെന്ന് പറഞ്ഞു. പാർട്ടി ബോർഡിൽ വീണ്ടും അപ്പീൽ പോയി. അപ്പീൽ അംഗീകരിച്ചുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും സ്റ്റേഷനിൽ ഒപ്പിടാൻ പറഞ്ഞു. ട്രാൻസ്ലോക്കേഷൻ വിധിയെ റദ്ദു ചെയ്തു. 2012 മുതൽ സുഗതന് കേസുകൾ കണ്ടാണ് കാപ്പ ചുമത്തിയിട്ടുള്ളത്. കുത്തിയിരിപ്പ് സമരം പോലെയുള്ള ചെറിയ ചെറിയ കേസുകൾ ചേർത്താണ് പോലീസ് കാപ്പ ചുമത്തിയിട്ടുള്ളത്. ഈ കേസിലെല്ലാം കോടതി സുഗതനെ വെറുതെ വിട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം ബോർഡിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടാൻ മാത്രം അനുവദിച്ചത്. 2 കാപ്പ എടുത്തു എന്ന് പറഞ്ഞിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ വാഴോട്ട് കോണത്ത് 450-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ സുഗതനെ വിജയിപ്പിക്കുകയായിരുന്നു. 8/6/2026 വീണ്ടും കാപ്പ ചുമത്തുന്നു. 7 കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാപ്പ ചുമത്തിയിട്ടുള്ളത്. ഡാനി എന്ന ആളുമായി സുഗതൻ അടിയുണ്ടാക്കി. അത് കോടതി നടപടിയുമായി പോവുകയാണ്. സുഗതന് കോടതി ജാമ്യം നൽകിയതാണ് ഈ കേസിൽ. മണ്ണ് മാഫിയക്കെതിരെ സമരം ചെയ്തതിന് തിരിച്ച് ടിപ്പർ മുതലാളിയെ അടിച്ചു എന്ന് പറഞ്ഞ് 2 കേസെടുത്തു. ഒന്നിൽ കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുകയും മറ്റൊന്ന് സ്റ്റേഷൻ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. കേസിന് തീവ്രത ഉണ്ടായിരുന്നുവെങ്കിൽ സ്റ്റേഷൻ ജാമ്യം തരുമോ എന്നതും ആലോചിക്കേണ്ടതാണ്. ഒരു ചന്ദ്രമോഹനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് കേസെടുത്തു. ഇതേ ചന്ദ്രമോഹൻ തനിക്ക് പരാതിയില്ല എനിക്കെന്നും തന്നെ കൊണ്ട് പരാതി കൊടുപ്പിച്ചതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് മഹിളാ മന്ദിരത്തിന്റെ അഴിമതി തുറന്നു കാണിച്ച് വീഡിയോ ചെയ്തതിന് VK പ്രശാന്തിന്റെ ഇംഗിതത്തിലായി കേസെടുത്തതാണ്. സ്ഥലത്തെ കൗൺസിലറെയും മേയറെയും അറിയിക്കാതെ ദ്രുതഗതിയിൽ ഉദ്ഘാടനം നടത്തിയതിനാലാണ് സുഗതൻ ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചത്. അടുത്തത് ഭക്തിഗാനം പാടിക്കൊണ്ടിരുന്ന ഗാനമേള ട്രൂപ്പുകാരെ ആക്രമിക്കുകയും DJ പാടണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ആക്രമണം നടത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് ക്രിമിനൽ സംഘത്തെ തടഞ്ഞതിനാണ് കേസ്. ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളും ഭാരവാഹികളും വീട്ടിലിരുന്ന കൗൺസിലറെ വിളിച്ചു വരുത്തുകയായിരുന്നു. സ്വാഭാവികമായി കൗൺസിലർ അവിടെ എത്തുക എന്നത് സ്വാഭാവികമാണ്. അതിന്റെ മുഴുവൻ വീഡിയോയും നിങ്ങളിൽ പലരും കണ്ടിട്ടുമുണ്ടാകും. പക്ഷേ കേസ് മൊത്തം സുഗതന്റെ തലയിൽ. ഭാഗികമായ ജാമ്യം കോടതി അനുവദിക്കുകയും ഈ 8-ാം തീയതി സുഗതനോട് ഹാജരാവാനും പറഞ്ഞു. 5-ാം തീയതി സുഗതന് ചിക്കൻ പോക്സ് വരികയും സമയം നീട്ടിവേണമെന്ന കോടതിയിൽ അഭ്യർത്ഥന പെറ്റീഷനും ഇട്ടു. ഹൈക്കോടതിക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തു. 2 ആഴ്ച ഹൈക്കോടതി സമയം നീട്ടി നൽകുകയും ചെയ്തു. ഈ ഇടയ്ക്കാണ് പോലീസ് ഇതുവരെ കാണാത്ത വിധം അറസ്റ്റ് ചെയ്തത്. 5-ാം തീയതി സുഗതന്റെ പോലീസ് അറിയുകയും 8-ാം തീയതി കാപ്പ ചുമത്തുകയും ചെയ്തു. അത് സുഗതനെ അറിയിക്കുന്നതിന് മുന്നേ അറസ്റ്റും ചെയ്യുന്നു. പോലീസും പാർട്ടിയും എത്രത്തോളം ഗൂഢാലോചന നടത്തിയാണ് അറസ്റ്റ് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും പാർട്ടി കാണുന്നുണ്ട്. തോക്ക് ചൂണ്ടിയതിനും ഭയാനകമായി ഇടപെട്ടതിനും. പോലീസുകാരെ ഒരുങ്ങിക്കൊള്ളും ഹാജരാവാനും തൊപ്പിയൂരാനും. സുഗതന്റെ കേസും നാൾ വഴികളും മാപ്രകളൊന്നും പറയില്ല. നമ്മൾക്ക് പറയാതിരിക്കാൻ വയ്യല്ലോ. പറയുക തന്നെ ചെയ്യും. അതിൽ ഒരു സംശയവും വേണ്ട ആർക്കും.